നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 1. വിശ്വാസികളേറെ ഭക്തിയോടെയും ആത്മീയ പ്രാധാന്യത്തോടെയും ആചരിക്കുന്ന രാമായണ മാസത്തിനും തുടക്കമായി. കർക്കിടകം മുഴുവൻ വീടുകളിലും ക്ഷേത്രങ്ങളിലും തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്ന പതിവാണ് നൂറ്റാണ്ടുകളായി തുടരുന്നത്. കർക്കിടക മാസത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ രാമായണം പൂർണ്ണമായി വായിച്ചു തീർക്കുന്നതാണ് പതിവ് രീതി. തോരാമഴ പെയ്യുന്ന കർക്കിടകം കൃഷി ഉപജീവനമായിരുന്ന മലയാളിക്ക് കള്ളക്കർക്കിടകവും പഞ്ഞക്കർക്കിടകവുമാണ്. ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന കർക്കിടകത്തിന്റെ കാഠിന്യം രാമായണ പാരായണത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിൽ രാമായണ പ്രഭാഷണങ്ങൾ, ഭജന, പ്രത്യേക പൂജകൾ എന്നിവ നടക്കും. മൺമറഞ്ഞ പിതൃകൾക്കായി കർക്കിടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി സേവിക്കുന്നതും ഈ മാസം മലയാളികളുടെ ശീലങ്ങളിൽപ്പെട്ടതാണ്. കർക്കിടകം പിറന്നതോടെ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. വിശേഷാൽ പൂജകളും ഗജപൂജ ഉൾപ്പെടെയുള്ള പരിപാടികളും തുടങ്ങി. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും ഭക്തി നിർഭരമായി. കർക്കിടകം പിറന്നതോടെ ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് രാമായണ മാസാചരണം ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ടത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രിമാരായ ദിവാകരൻ നമ്പൂതിരിപ്പാട്, കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. പട്ടാമ്പി നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 9 ശനിയാഴ്ച LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭക്തജനങ്ങൾക്കുമായി രാമായണ പ്രശ്നോത്തരിയും ഒരുക്കിയിട്ടുണ്ട്. ഞാങ്ങാട്ടി ബോധിക്ഷേത്രം, ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കാവ് ബോധിക്ഷേത്രം, മുളയങ്കാവ് ബോധിക്ഷേത്രം, വിളയൂർ കളരി ബോധിക്ഷേത്രം, തിരുവേപ്പുറം മഹാദേവ ക്ഷേത്രം തുടങ്ങിയവിടങ്ങളിലെല്ലാം രാമായണ മാസാചരണം വിവിധ പരിപാടികളോടെയാണ് നടത്തുന്നത്. കൂറ്റനാട് മല റോഡിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ ടിപ്പർ ഇടിച്ചു കയറി സ്കൂട്ടർ പൂർണ്ണമായി തകർന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ടിപ്പർ ലോറി മല റോഡിൽ നിന്നും കക്കാട്രി റോഡിലേക്ക് തിരിയുന്നതിനിടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. മറിഞ്ഞു വീണ സ്കൂട്ടർ ലോറിയുടെ ചക്രങ്ങൾക്കിടയിൽപ്പെടുകയും ചെയ്തു. അപകടത്തിൽ സ്കൂട്ടറിന് സാരമായ തകരാറുകൾ സംഭവിച്ചു. സംഭവ സമയത്ത് സ്കൂട്ടറിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കക്കാട്രി സ്വദേശി ശശിയുടെ സ്കൂട്ടറാണ് അപകടത്തിൽ തകർന്നത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പട്ടാമ്പി നഗരസഭയുടെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇത് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വലിയ വാർത്തയായതോടെയാണ് പ്രതിഷേധ പരിപാടികളുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത്. ബസ് സ്റ്റാൻഡിൽ നിന്നും ലക്ഷങ്ങൾ നികുതിപ്പണമായി ലഭിക്കുന്നുണ്ടെങ്കിലും നഗരസഭയുടെ ഭാഗത്തു നിന്നും ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ലഘുലേഖകളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വിതരണം ചെയ്തു. ഇത് നഗരസഭാ അധികൃതർക്കും കൈമാറുമെന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ നേതാക്കളായ AM നീരജ്, രതീഷ്, രാഹുൽ,
മറ്റു നേതാക്കളും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുക ആ ചർച്ചയുടെ തുടർച്ച എന്ന നിലയിലാണ് ഒരു സൂചന പ്രതിഷേധം എന്ന നിലയ്ക്ക് ഇന്ന് DYFI ഇന്ന് രാവിലെ തീരുമാനിച്ച് വളരെ കുറഞ്ഞ സമയത്തിനകത്ത് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക, ജനങ്ങളുടെ അഭിപ്രായം സമാഹരിച്ച് ജനങ്ങളുടെ കൂടി അഭിപ്രായത്തിനനുസരിച്ച് പട്ടാമ്പിയുടെ നഗരസഭയുടെ അധികാരികളുടെ മുമ്പിലേക്ക് അവർക്ക് നന്നായി അറിയാവുന്ന, അവർക്ക് നല്ല ബോധ്യമുള്ള, പട്ടാമ്പി നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള, പട്ടാമ്പി നഗരസഭ പണപ്പിരിവ് നടത്തുന്ന ഈ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിലവിലെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിക്കാണ് ഒരു സൂചന എന്ന നിലയിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പട്ടാമ്പി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. പട്ടാമ്പിയുടെ ലാൻഡ്മാർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പട്ടാമ്പി പാലാണ്, മറ്റൊന്ന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ ഒഴുകിയെത്തുന്ന പട്ടാമ്പി ബസ് സ്റ്റാൻഡാണ്. നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിന്നാൽ അറിയാം, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, ബസ് യാത്രക്കാരായ മനുഷ്യർ ഈ പട്ടാമ്പിയിൽ ഓരോ ദിവസവും വന്നു പോവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും വന്നു പോകുന്ന ഈ കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ അയ്യേ, ഈ പട്ടാമ്പിയിലെ ബസ് സ്റ്റാൻഡ് ഇത്ര മോശമാണോ എന്ന് ചിന്തിക്കുന്ന നിലയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. കുട്ടനാട് സെന്ററിൽ നിലവിൽ റോഡിന്റെ വീതി കൂട്ടലും അഴുക്കുചാലുകളുടെ നിർമ്മാണവുമാണ് പുരോഗമിക്കുന്നത്. 63.79 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. റോഡരികുകളിലെ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സമഗ്ര അഴുക്കുചാൽ സംവിധാനമാണ് റോഡരികുകളിൽ നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റും അഴുക്കുചാൽ നിർമ്മാണവും റോഡ് വീതി കൂട്ടൽ പ്രവൃത്തികളുമാണ് പുരോഗമിക്കുന്നത്. കുട്ടനാട് സെന്ററിൽ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുമോ എന്ന ആശങ്കയും ശക്തമാണ്. കുലിക്കല്ലൂർ മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 6 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. കുലുക്കല്ലൂർ കിഴക്കേ മപ്പാട്ടുകരയും പടിഞ്ഞാറേ മപ്പാട്ടുകരയും ബന്ധിപ്പിക്കുന്ന മപ്പാട്ടുകര റെയിൽവേ അണ്ടർബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടപടികളാണ് പൂർത്തിയായിരിക്കുന്നത്. നിലവിൽ റെയിൽവേ ടെൻഡർ ബോർഡിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഈ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ഒരു പ്രദേശത്തെ വിഭജിച്ചുകൊണ്ട് റെയിൽവേ ലൈൻ കടന്നുപോകുന്നതിനാൽ നിലവിൽ ചെറിയ കാറുകൾക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന വീതി കുറഞ്ഞൊരു അടിപ്പാത മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ വാഹനങ്ങൾക്ക് കൂടി ഗതാഗതം സാധ്യമാക്കുന്ന തരത്തിൽ പാത നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമുണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രധാന ബജറ്റ് പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. പദ്ധതിക്കായി റെയിൽവേയിൽ നിന്നും ആവശ്യമായ ഫണ്ട് ലഭ്യമാകാതിരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും 6 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള നടപടികൾ ആരംഭിച്ചത്. 2024-25 സംസ്ഥാന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് സംസ്ഥാന സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. ഈ തുകയിൽ നിന്നും അടിപ്പാത നിർമ്മാണത്തിനായി 4,24,25,605 രൂപയാണ് കഴിഞ്ഞ ഡിസംബറിൽ സദൻ റെയിൽവേക്ക് സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ റെയിൽവേ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനിടെ നിരക്കുകൾ വന്ന മാറ്റം കാരണം പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക 6.23 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ പുതുക്കിയ ഭരണാനുമതിക്കായി കാത്തുനിന്ന് പദ്ധതി വീണ്ടും വൈകിപ്പിക്കാതിരിക്കുവാനാണ് നിലവിൽ അനുവദിച്ച തുകയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന പ്രവൃത്തികൾക്ക് പിന്നീട് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാകും. പദ്ധതിയുടെ പ്രാരംഭ ഡിസൈൻ തയ്യാറാക്കുന്നതിന് MLAയുടെ പ്രാദേശിക റിസർവിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിനായി മുൻ പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും MLAയും ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. റെയിൽവേ ടെൻഡർ ബോർഡിന്റെ ഔദ്യോഗിക അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. നമ്മുടെ മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ദീർഘകാലമായി നാട്ടുകാരുടെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. 2 കിഴക്കേ മപ്പാട്ടുകരയും പടിഞ്ഞാറേ മപ്പാട്ടുകരയും 2ആയിട്ട് വിഭജിച്ച് റെയിൽവേ ലൈന് കടന്നു പോകുന്നു. ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാനുള്ള അണ്ടർ ബ്രിഡ്ജാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത് വീതി കൂട്ടി വലിയ വാഹനങ്ങൾക്ക് കൂടി പോകാൻ കഴിയുന്ന രീതിയിലേക്കാക്കാൻ ദീർഘനാളായി ആളുകൾ ആവശ്യപ്പെടുന്ന. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ 2024-25 ബഡ്ജറ്റിൽ ഫണ്ട് വെക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഡിസൈൻ ചെയ്യാൻ MLA ഫണ്ടിൽ പ്രാരംഭ നടപടികൾക്ക് വേണ്ടി ഫണ്ടും അനുവദിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 4.25 കോടി രൂപ റെയിൽവേക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം
ഡിസംബറിൽ ആ ഫണ്ട് ലഭ്യമാക്കി അടച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ടെൻഡർ നടപടി മറ്റു കാര്യങ്ങളും റെയിൽവേ ആണ് ചെയ്യേണ്ടിയിരുന്നത്. റെയിൽവേ അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടെൻഡർ പൂർത്തീകരിച്ച് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റെയിൽവേയുടെ ടെൻഡർ ബോർഡ് അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അംഗീകാരം ഉടൻ കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാനും ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് കരുതുന്നത്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ വർക്ക് ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം. അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് സ്ഥലം ലഭ്യമാക്കി നൽകിയിരുന്നു. അവിടെ പിന്നെ നമുക്കറിയാം അപ്രോച്ച് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലം ലഭ്യമാക്കി തന്ന ആളുകളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായിരുന്നാലും ഈ റെയിൽവേ ബോർഡിൻ്റെ ഈ ടെൻഡർ പൂർത്തീകരിച്ചതിനുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. കൂറ്റനാട് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ രാമായണ പാരായണം തുടങ്ങി. വിഷ്ണു സഹസ്രനാമ പാരായണം, ദേവി മഹാത്മ്യ പാരായണം എന്നിവയും ഉണ്ടാകും. ക്ഷേത്രത്തിന്റെ കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെയും മിനി ലൈബ്രറിയുടെയും ഉദ്ഘാടനം മേൽശാന്തി ഗോവിന്ദഭട്ടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി ജനപ്രിയ വിശ്വങ്കരൻ ഡോക്ടർ സേതുമാധവന് പുസ്തകം നൽകിക്കൊണ്ട് നിർവഹിച്ചു. ക്ഷേത്രം ഭരണസമിതിയുടെയും പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും ഭാരവാഹികളായ സന്തോഷ് പല്ലീരി, രേവതി വേണു, വാസുദേവ വാര്യർ, രാജീവ് കളത്തിൽ, പ്രമിൽ കറുത്തെടത്ത്, ജയപ്രകാശ്, ഗോകുൽദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവും അതിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനവും സാന്ത്വന സ്പർശം 2026 പരിപാടിയുടെ ഉദ്ഘാടനവും ജൂലൈ 19 നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4 അയ്യപ്പൻകാവ് കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രോപൊലീത്ത അധ്യക്ഷത വഹിക്കും. സാന്ത്വന സ്പർശം എറണാകുളം ലോക്സഭാംഗം ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്യും. ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം, നിർധന രോഗികൾക്കുള്ള സഹായം, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം എന്നിവയുടെ വിതരണം TJ വിനോദ് MLA, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, കൊച്ചി സിറ്റി പോലീസ് റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷാജു K വർഗീസ് എന്നിവർ നിർവഹിക്കും. പെങ്ങാമുക്ക് പള്ളി വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ആശംസകൾ അർപ്പിക്കും. ചാലിശ്ശേരി ഇടവകയിൽ നിന്ന് ഉപജീവനാർത്ഥം എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന 29 കുടുംബങ്ങളാണ് യൂണിറ്റിനു കീഴിൽ പ്രവർത്തിക്കുന്നത്. സ്ഥാപിതമായതു മുതൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയമായ സേവനമാണ് യൂണിറ്റ് നടത്തുന്നത്. 2001 ഇടവക വികാരി ഫാദർ ജോബ് അരിമൂരിന്റെ നേതൃത്വത്തിൽ സഹവികാരി ഫാദർ ഏലിയാസ് കീരിമുളയിൽ പ്രസിഡന്റും KM ജോസ് വൈസ് പ്രസിഡന്റുമായി PK ശാമു സെക്രട്ടറിയായും PI ഇട്ടൂബ് ജോയിന്റ് സെക്രട്ടറിയായും തുടക്കം കുറിച്ച യൂണിറ്റ് 25 വർഷത്തെ ആത്മീയ യാത്രയിൽ അനേകരുടെ കണ്ണീരൊപ്പുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ജൂലൈ 19 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് എറണാകുളം കുന്നംകുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അന്നേ ദിവസം ഈ കുടുംബ യൂണിറ്റിന്റെ 25ാം സിൽവർ ജൂബിലി കൂടി ആഘോഷിക്കുന്നു. അന്നേ ദിവസം അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രോപൊലീത്ത തൃശൂർ ഭദ്രാസനം അധ്യക്ഷനായിരിക്കും. ഉദ്ഘാടനം ശ്രീ ഹൈബി ഈഡൻ എറണാകുളം MP, TJ വിനോദ് എറണാകുളം MLA, ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ്, ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ഷാജു K വർഗീസ് മുൻ DCP കൊച്ചി സിറ്റി, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, വൈസ് പ്രസിഡന്റ് PK ജിജു, സെക്രട്ടറി PK ശാമു, ജോയിന്റ് സെക്രട്ടറി CV ബാബു, ട്രഷറർ AI ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ജീസ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകും. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.